ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ കല്യാണം യഥാർത്ഥത്തിൽ സുബ്രതോ റോയ് എന്ന സഹാറ ചീഫിന്റെ കല്യാണം മകളുടെ കല്യാണമായിരുന്നു. ഈ രണ്ട് മക്കളുടെ കല്യാണത്തിന് വേണ്ടി ചെലവാക്കിയത് 550 കോടി രൂപയാണ്. ഉത്തർപ്രദേശിൽ മാത്രം സെറ്റിട്ട് നടത്തിയ വലിയ കല്യാണം. ആ കല്യാണത്തിനു ശേഷം ഇന്ന് സുബ്രതോ റോയ് എവിടെയാണ് എന്നൊരു വലിയ ചോദ്യമുണ്ട്. അഴികൾക്കുള്ളിലാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ പാപ്പരാകാനുള്ള അനുമതിയും കാത്തു കിടക്കുകയാണ് ഇന്ന് സുബ്രതോ റോയ്. കല്യാണം നടത്തിയത് കൊണ്ടല്ല എങ്കിൽ പോലും ഇത് ചില പാഠങ്ങൾ നൽകുന്നുണ്ടോ എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. കേരള സമ്മിറ്റിൽ ചർച്ച തുടരുന്നു. സ്വർഗീയ വിവാഹങ്ങൾ. ഞാൻ രജീഷിനെ പരിചയപ്പെടുത്തുകയാണ് പ്രേക്ഷകർക്ക്. രജീഷ് ഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ഇന്റർനാഷണൽ റിലേഷൻസിൽ ഗവേഷകനാണ്. റൈറ്റ്. വിവാഹം നടന്നിട്ട് 6 വർഷമായി. ഞാൻ കേട്ടു ഒരു തട്ടത്തിൻ മറയത്തിൽ സ്വഭാവമുള്ള വിവാഹമായിരുന്നു എന്ന് കേട്ടു. അങ്ങനെയായിരുന്നു അത് അറിയപ്പെട്ടത്? അങ്ങനെ വന്നിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ലായിരുന്നു. അല്ലായിരുന്നു. സ്വാഭാവികമായിട്ടുള്ള ഒരു വിവാഹം മാത്രം. എവിടെ വെച്ചാണ് നടന്നത്? എൻ്റെ നാട്ടിൽ വെച്ച് തന്നെയാണ് രജിസ്ട്രേഷൻ. പിന്നീട് അത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞങ്ങള് നീലേശ്വരം സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച്. പ്രശ്നം ഉണ്ടായത് എവിടെ? കോഴിക്കോടായിരുന്നു? കോഴിക്കോടാണ്. അത് പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം രണ്ട് മതത്തിൽപ്പെട്ട ആൾക്കാരുടെ വിവാഹം സ്വാഭാവിക ഒരു സമൂഹത്തിന്റെ ഒരു സ്വാഭാവിക പ്രതികരണമാണത്. അതൊരു റിഫ്ലക്സ് ആക്ഷൻ ആയിട്ട് ഞാനിപ്പോൾ കാണുന്നുള്ളൂ. രജീഷിന്റെ പേരൻസ് താല്പര്യമുണ്ടായിരുന്നു? ഞാൻ അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ജൂൺ 1-ാം തീയതി 2008 ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി ചെന്ന് ആ 1-ാം തീയതിയാണ് കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നത്. 2-ാം തീയതിയാണ്. 1-ാം തീയതിയാണോ അദ്ദേഹത്തെ കാണുന്നത്? അല്ല, കല്യാണം കഴിക്കാൻ പിറ്റേ ദിവസം കല്യാണം നടത്താൻ തീരുമാനിക്കുക. അത്ര പെട്ടെന്നായിരുന്നു. കണ്ടത് എൻ്റെ ജൂനിയർ ആയിട്ട് പഠിക്കുകയായിരുന്നു. അപ്പോൾ 2-ാം തീയതിയാണ് കല്യാണം നടന്നത്. റൈറ്റ്. വിവാഹത്തെക്കുറിച്ച് ആ ഘട്ടം എത്തുന്നതുവരെ വിവാഹത്തെക്കുറിച്ചുള്ള ധാരണ എന്തായിരുന്നു? പിന്നീടാണല്ലോ നമുക്ക് അതിനെക്കുറിച്ചുള്ള സാമൂഹിക ധാരണകളൊക്കെ രൂപപ്പെടുന്നത്. ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയായിരിക്കണം എന്നാണ് പഠിച്ചു വളർന്നത്. രണ്ട് തരത്തിലുള്ള വിവാഹങ്ങളോടും എനിക്ക് എതിർപ്പൊന്നുമില്ല. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ഒരു വിവാഹമാണ് ഇഷ്ടം. പക്ഷെ സാമ്പ്രദായിക രീതിയിൽ നടത്തുന്ന വിവാഹത്തിനും അതിൻ്റെതായ ഗുണങ്ങളൊക്കെ ഉണ്ട്. ഈ വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ബുഷറ ഒരു നായരുകുട്ടി ആയിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകുമായിരുന്നില്ലേ? ഐ മീൻ, ഈ ലളിതമായ വിവാഹം തന്നെ ആകുമായിരുന്നു? വ്യക്തിപരമായിട്ട് എനിക്ക് അതിനോടാണ് താല്പര്യം. പക്ഷെ ഞാൻ പറയാം, ഈ നേരത്തെ സൂചിപ്പിക്കേണ്ട രണ്ടുപേർ തമ്മിലുള്ള ഉടമ്പടി കുറച്ച് കൂടുതൽ ആൾക്കാർ കാണുന്നത് നല്ലതാണ്. കാരണം ഒത്തിരി കാലം ഒന്നിച്ച് ജീവിക്കാനുള്ള ഇവരുടെ ഇടയ്ക്ക് കുറച്ചു പേർ കണ്ടുപോയല്ലോ എന്നൊരു തോന്നലെങ്കിലും ആ തോന്നലെങ്കിലും ഇത് നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് ഒത്തിരി കാലം ഒരുമിച്ച് ജീവിക്കാനുള്ളതാണ് ആൾക്കാർ. നീലേശ്വരത്ത് വെച്ചായിരുന്നു വിവാഹം. എത്ര പേരുണ്ടായിരുന്നു? ഒരു 10-30 പേരുണ്ടായിരുന്നു. അവർക്ക് എന്താ കൊടുത്തത്? നാരങ്ങ വെള്ളം കൊടുത്തു? ലഡു, നാരങ്ങ വെള്ളം ഇത് കൊടുത്തു. ആകെ എത്ര രൂപ ചെലവ് വന്നതാണ് കല്യാണത്തിന്? ഒരു മാക്സിമം ഒരു 2000 രൂപ 3000 രൂപയുടെ ചെലവ്. അന്ന് ജീവിതം സന്തോഷകരമാണല്ലോ. അതെ, സന്തോഷം. അങ്ങനെ വിവാഹം കഴിച്ചിട്ടും ജീവിതത്തിനും വൈവാഹിക ജീവിതത്തിനും കുഴപ്പമൊന്നുമില്ല? ഒന്നും ഉണ്ടായില്ല. അതായത് ഈ ചടങ്ങുകളല്ല അതിനെ നിയന്ത്രിക്കുന്നത്, അതിന്റെ സന്തോഷം നിയന്ത്രിക്കുന്നത് എന്നർത്ഥം. അതെ. ബുഷ, ഇങ്ങനെയായിരുന്നോ വിവാഹം ആഗ്രഹിച്ചിരുന്നത്? എനിക്കും അങ്ങനെ വലിയ ആർഭാടത്തിലൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരുപാട് നല്ല വില പിടിച്ച ഡ്രസ്സ് ഇട്ട് നമ്മൾ ഒരുപാട് ആഭരണങ്ങൾ, മൈലാഞ്ചി കല്യാണം. അതെ, നമ്മൾ ആ ഒരൊറ്റ ദിവസത്തേക്ക് വേണ്ടി മാത്രം വലിയ വില പിടിച്ച് സാരി വാങ്ങിക്കുന്നു. ആ ഒരൊറ്റ ദിവസത്തേക്ക് കല്യാണത്തിന് ഈ 2000 രൂപ രജീഷിന്റെ കയ്യിൽ നിന്നാണോ അതോ ബുഷയുടെ കയ്യിൽ നിന്നാണോ ചിലവാക്കിയത്? അതുപോലെ എനിക്ക് ഓർമ്മയില്ല. എന്നുവെച്ചാൽ വളരെ സിമ്പിൾ ആയിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങള് ഇട്ടുകൊണ്ട്, ഞാൻ സാധാരണ ഡ്രസ് എന്തായിരുന്നു പോരല്ലോ ചുരിദാറിലായിരുന്നു അന്ന് പോയത്. രജീഷ് ഇതുപോലെ ഒരു സാധാ വേഷം. അപ്പൊ അവിടെ ചെന്നപ്പോ ഒരു ആന്റി ഞങ്ങളുടെ അടുത്ത് പറയും പോലെ ചെയ്തു, നിങ്ങൾക്കൊരു നല്ല ഡ്രസ്സ് എങ്കിലും ഇട്ട് വരായിരുന്നില്ലേ എന്ന് ചോദിച്ചു. നല്ല ഡ്രസ്സ് കല്യാണത്തിന്റെ മുന്നുപാധിയല്ല പറഞ്ഞു. അപ്പൊ ഈ വിവാഹത്തിന്റെ ഈ ചടങ്ങ് വിവാഹ ജീവിതത്തിന്റെ സന്തോഷത്തെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഫ്രണ്ട്സ് ഒക്കെ തമാശക്ക് പറയും, നിങ്ങളുടെ കല്യാണം പോലും ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്നുള്ള പറയും എന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും. പേരൻസിന് താല്പര്യം ഉണ്ടായിരുന്നില്ലേ കല്യാണത്തിന്? ഇപ്പോൾ എങ്ങനെയാണ് സ്വാഭാവികം? അവർ ഇപ്പോഴും അത്ര നല്ലതിനൊന്നുമല്ല. ഈ ചർച്ചയിലൂടെയെങ്കിലും അവർ വലിയ മനസ്സിനെ അവർ അക്സെപ്റ്റ് ചെയ്യട്ടെ. ഒരർത്ഥത്തിൽ 2000 രൂപ ചെലവിൽ ഒരു വിവാഹം നടക്കുന്നു. ഒരു മുസ്ലിം സമുദായത്തിലെ ഒരു കുടുംബം 2000 രൂപയിൽ താഴെ വിവാഹം നടത്തിയാൽ എന്തായിരിക്കും നിങ്ങളുടെ മറുപടി? ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കും. കാരണം ഇസ്ലാമിക ദർശനത്തിൽ വിവാഹം എന്നുള്ളത് വളരെ ലളിതമാണ്. അബ്ദുറഹ്മാൻ ഔഫ് എന്ന ഒരു സഹാബി പള്ളിയിൽ വന്നപ്പോൾ പ്രവാചകന് അദ്ദേഹത്തിൽ നിന്ന് സുഗന്ധം കിട്ടുകയുണ്ടായി. അപ്പം എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിവാഹിതനായി എന്ന് പറഞ്ഞു. അപ്പോൾ പ്രവാചകനോട് പോലും വിവാഹം പറയാത്തതിൽ പ്രവാചകന് പരാതിയില്ല. അപ്പോൾ അതൊരു സാമൂഹ്യപരമായി ഒന്നിച്ച് നടത്തേണ്ട സാധനമല്ല. അതൊരു
അവരുടെ ആവശ്യം അവർ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു അതായത് ഒരാളുടെ കരാർ. ഒരു വ്യക്തി ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആ വ്യക്തിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ്. സമൂഹം അത്ര വലിയ കൺസേൺ ആവേണ്ട കാര്യമില്ല ആ വിവാഹത്തിൽ. പക്ഷെ എൻ്റെ ഒരു സംശയം ഇതാണ്, ഇതൊക്കെ നമ്മൾ കുട്ടിക്കാലം മുതലേ അവരെ പഠിപ്പിക്കുമെങ്കിലും ഇത്തരം വ്യവസായികൾ അവരുടെ മക്കളുടെ കല്യാണം എത്തുമ്പോൾ ഈ പഠിച്ച പാഠങ്ങളെല്ലാം മറക്കുന്നു. അതെന്തായിരിക്കും കാര്യം? അതെ, അതിപ്പോൾ ഇന്ന് ഒരു വ്യവസായി എന്നെ ഫോൺ വിളിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂത്ത മകളെ വിവാഹം ഒരു വളരെ ആർഭാടമായി അദ്ദേഹം നടത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒരു കല്യാണമുണ്ട്. അപ്പോൾ അത് ഉറച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഇപ്പം ഞാൻ കല്യാണത്തിൻ്റെ ഹാള് കാണാൻ പോകുന്നതാണ്. അപ്പോൾ ഉടനെ പറഞ്ഞു ഞാനിങ്ങനെ ചർച്ചയിൽ പങ്കെടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾ അതിന് മാതൃക കാട്ടിയാൽ, നിങ്ങൾ വ്യവസായമാണ്, നിങ്ങൾ അതിന് മാതൃക കാട്ടുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല ഒരു എക്സാമ്പിളായിരിക്കും. നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ ആർഭാടമായിട്ടുള്ള കല്യാണം കഴിക്കണം ഞങ്ങൾ വരില്ല എന്ന് തുറന്നു പറഞ്ഞു. അല്ലേ? അതൊരു ബോൾഡ് സ്റ്റെപ്പ് അല്ലേ? ഈ ഒരു ധൈര്യമായിരുന്നു നമുക്ക് കുറവുണ്ടായിരുന്നു. അതെ, ഇതിപ്പം കാരണം വെച്ചാൽ പാണക്കാട് നമ്മുടെ കുടുംബത്തിന് നമ്മളാ വാപ്പയൊക്കെ വളരെ സ്നേഹത്തോടു കൂടി കണ്ട. അപ്പോൾ ആളുകളെ വെറുപ്പിക്കുക എന്നുള്ളത് നമുക്കൊരിക്കലും പറയാൻ പറ്റാത്ത. പക്ഷേ ഇങ്ങനത്തെ ഒരു സാമൂഹ്യ വിപത്ത് നമ്മൾ സമൂഹത്തിന് ധൂർത്തുള്ള കല്യാണം മതനിഷേധം തന്നെയല്ലേ? അതെ, തീർച്ചയായും. പിന്നെ ആ മതനിഷേധം നടത്തുന്ന ആളുകളെ നമ്മൾ എന്തിനു അനുഗ്രഹിക്കണം? നമ്മൾ എന്തിനാ ആ സ്ഥലത്ത് സാന്നിധ്യമാവണം? അതെ, അതിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ തീരുമാനത്തിന് ശേഷം ഇപ്പോൾ എല്ലാ മത വിഭാഗങ്ങളെയും വിളിച്ചുകൊണ്ടുള്ള ഒരു മീറ്റിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുക. മഹൽ ഇപ്പോൾ ഓരോ മഹൽ സർക്കുലർ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വിവാഹം നടന്നപ്പം അവിടുത്തെ ഖത്തീബ് പെട്ടെന്ന് ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ ആ സർക്കിളിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം അവിടെ നടന്നുകൊണ്ട് പുള്ളി അതിനെ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് വെറുപ്പൊന്നുമില്ല, ഞാനത് വിവാഹം ചെയ്തു തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ ഇങ്ങനത്തെ ഒരു ആക്ട് ഈ പുരോഹിതന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് ആളുകൾക്കൊരു ഇൻസൾട്ടേഷൻ വരും. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ആളുകൾ ഇത്തരം ലളിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ നടത്തി തുടങ്ങുമെന്നാണ് ഞങ്ങൾ വിശ്വാസം. പ്രവാചകൻ്റെ സുന്നത്താണ് നിക്കാഹ്. അപ്പോൾ ആ സുന്നത്ത് എന്നുള്ളത് അത് സുന്നത്തിൽ മാത്രം ഒതുക്കിക്കൊണ്ട്, പ്രാർത്ഥന ഒതുക്കിക്കൊണ്ട് അതിൽ പങ്കെടുക്കുന്ന ആളുകൾ ബാറക്കല്ലാഹു ലക്കുമ, നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് അവർക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ അതിന് അപ്പുറത്തേക്ക് അതൊരു വലിയ ആർഭാടമായിട്ട് ചെയ്യുന്നതിൽ അത് സമൂഹത്തിൽ ഏറ്റവും വലിയ ഒരു വിപത്തും ഒരു വലിയ ആപത്തുമാണ് എന്നുള്ളത് സമൂഹം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഫാദർ, ക്രിസ്തീയ ദർശനപ്രകാരം ഒരു മാതൃകാ വിവാഹം എങ്ങനെയിരിക്കണം? നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വിവാഹത്തിൻ്റെ ആഘോഷത്തിൻ്റെ പൈസ കുറയുന്നു കൂടുന്നതല്ല. ഒരു ആഘോഷം തീർച്ചയായിട്ടും വേണ്ടത് തന്നെയാണ്. തൊട്ട് മുമ്പ് മിസ്റ്റർ നിജീഷ് പറഞ്ഞതുപോലെ ഒരു കല്യാണം ഒരാളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു മൊമെൻ്റാണ് കല്യാണം. ഇപ്പം നമ്മളൊരു കുട്ടി സ്കൂളിൽ ആദ്യം പോകുന്നു, പുതിയൊരു ഉടുപ്പ് ഇടിച്ചുകൊണ്ടാണ് വിടുന്നത്, അല്ലെ പുതിയ ഡ്രസ്സ് കൊടുക്കുന്നു, അല്ലെ പുതിയ പേന കൊടുക്കുന്നു. അപ്പോൾ ഒരു കല്യാണ ദിവസം പുതിയൊരു ഡ്രസ്സ് വേണം, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് കല്യാണം, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഒരു ആഘോഷം വേണ്ടെന്നല്ല. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് അയലോക്കംകാർക്ക് വിളിച്ച് ഒരു സദ്യ കൊടുക്കുന്നു, നേരത്തെ ഊണ് കൊടുക്കുന്നു, അതുകൊണ്ടൊക്കെ ഒത്തിരി നന്മകൾ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ ഇൻട്രാക്ഷൻ വരുന്നുണ്ട്, ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. നമുക്ക് ഉപേക്ഷിക്കേണ്ടത് ധൂർത്താണ്. ഞാൻ അതിനെയാണ് എതിർക്കുന്നത്. ഇവരെല്ലാം പറയുന്നത്, ഫാദർ പറയുന്ന അതേ ന്യായം തന്നെയാണ് വിവാഹം നടത്തുന്നവർ പറയുന്നത്. ഞങ്ങളുടെ ഒരേ മകന്റെ കല്യാണം, ഞങ്ങളുടെ ഒരു മകളുടെ കല്യാണം, അത് ഞങ്ങളുടെ സമ്പത്ത് അവർക്ക് വേണ്ടിയുള്ളതാണ്, അത് ഞങ്ങൾക്ക് ആഘോഷമാക്കണം. നമ്മുടെ ഇവിടെ അപ്പോൾ ഒരു ബ്യൂട്ടീഷ്യന് പകരം സ്വാഭാവികമായും ബാംഗ്ലൂരിൽ നിന്നുള്ള ബ്യൂട്ടീഷ്യൻ വരും. ഞാൻ ഉദ്ദേശിച്ചത് ധൂർത്താണ് ഇവിടുത്തെ പാപം. ഫാദർ, എന്റെ സംശയം ഇതാണ്, ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക നിലവാരത്തിനനുസരിച്ചുള്ള ആഘോഷങ്ങളിൽ നിങ്ങൾ ഏർപ്പെടൂ. താഴെക്കിടയിലുള്ളവൻ ഉയർന്ന തരത്തിലുള്ള ആഘോഷങ്ങളിലേക്ക് പോകേണ്ടതില്ല. കടം വാങ്ങിക്കൊണ്ട് ധൂർത്തൊഴിവാക്കൂ, ആഘോഷമാകൂ എന്നല്ലേ സൂചിപ്പിച്ചത്? അതല്ലേ ഫാദർ സൂചിപ്പിച്ചത്? ഇതിനെ യോജിക്കുന്നുണ്ടോ? ഇതല്ലേ യഥാർത്ഥത്തിലുള്ള കാതലായ പ്രശ്നം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ന്യായമായും വൃത്തിയായും നടത്തപ്പെട്ട ഒരു ചടങ്ങാണ് വിവാഹം. ഇതിൽ കൂടുതൽ എന്ത് ചെയ്യുന്നതും അത് പാഴ്ചെലവാണ്, ധൂർത്താണ്. അപ്പോൾ വൃത്തിയായി എങ്ങനെ സ്വന്തം മക്കളുടെ കല്യാണം നടത്തണം എന്നുള്ളത് ഓരോ മാതാപിതാക്കളും ചിന്തിക്കേണ്ടതാണ്. ഇതിൽ പൊതുസമൂഹത്തിന് ഇപ്പോൾ ഒരു കുടിയൻ എങ്ങനെയാണ് സ്വയം സുഖത്തിന് വേണ്ടി കുടിക്കുമ്പോഴല്ല കുടിയനാവുന്നത്, അത് ഒരു പ്രശ്നമാവുന്നത്, സാമൂഹ്യ വിപത്താവുന്നത് എപ്പോഴാണ്? അത് അവരുടെ ഫാമിലിക്കും പിന്നെ അത് സമൂഹത്തിനും ഒരു ശല്യമായി മാറുമ്പോഴാണ്, അഫക്റ്റ് ചെയ്യുമ്പോഴാണ്. അതേപോലെ ഇവിടെ ഒരു പാഴ്ചെലവ് എന്ന് പറയുന്നത് മറ്റുള്ള പാവപ്പെട്ടവരും ഇത് അനുകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത് ധൂർത്താവുന്നത്. എൻ്റെ കുട്ടിക്ക് എന്ത് വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് പ്രകടമാക്കാനുള്ള ഒരു സമയവും സന്ദർഭവുമാണോ വിവാഹം? അല്ലാന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുക. അങ്ങനെ ഒരു തരത്തിലും ധൂർത്തായി ഒരു കാര്യം ചെലവഴിച്ചിട്ടും നമ്മുടെ ഒരുപാട് കുട്ടികൾ എന്നിട്ടും ഒരു ഫാമിലി നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റാതെ
കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ ധൂർത്ത് ഒരു ദിവസത്തേക്കാണ്, അത് കഴിഞ്ഞിട്ട് ഒരുപാട് ജീവിതം വേസ്റ്റ് ആവുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ മുന്നിലുണ്ട്. ജീവിതം ആഘോഷിക്കാനുള്ളതാണ്. ജീവിതത്തിലെ ഒരു വ്യക്തി ജീവിതത്തിൽ സംഭവിക്കുന്ന അനർഘമായ നിമിഷങ്ങളിൽ ആഘോഷങ്ങൾ ഉണ്ടാവാം, പക്ഷെ ധൂർത്താകാൻ പാടില്ല എന്ന ഫാദറിന്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇവർ യോജിക്കുന്നുണ്ടോ? കാണാം ഇടവേളയ്ക്കു ശേഷം.